ഡീ മാളു തമ്പിരാൻ നോക്കണ്ട്. Oh, really? Oh, how sweet. Yeah, I know. Hi, Naina. Hi. Just getting into the train. I'm trying to find a seat. Oh, it's so crowded. Oh, finally I got a place. So much noise in here. ഒരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. Oh, so sweet of you. Cheeky woman. Oof, shit. So just hold on, okay? ഒന്നങ്ങോട്ട് മാറിയിരിക്കേ. You would have known if you were here. എടി നിന്റെ കയ്യിലുള്ള സാധനം തന്നെയാടി എന്റെ കയ്യിലുള്ളത്. കറുത്തു തോന്നിയുള്ളൂ. എടി ചൂല് നിന്നെ ചന്തി അങ്ങോട്ട് മാറ്റി വെക്ക്. നിന്റെ അമ്മയുടെ തറവാട്ടുള്ള സ്വത്തൊന്നല്ലല്ലേ ട്രെയിന്. എടി ഞാനൊരു പെണ്ണാടി. എന്താ നിനക്ക് കാണണോ? അവളുടെ ഒരു ചുപ്പിനെ പച്ചവനാടി. ഇന്നെന്താ വലിയ ബാഗൊക്കെ ആയിട്ട്? കോളേജിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. വരണ വഴിയാ. മാരേജിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഏപ്രിൽ 5 അല്ലേ? ഷുവർ ആയിട്ട് വന്നിരിക്കും. വന്നാ മതി.
വൃത്തികെട്ടവന്മാര്. ദേ. ഹേ. होंगे कामयाब हम होंगे कामयाब होंगे कामयाब हम होंगे कामयाब हम होंगे कामयाब एक दिन എനിക്കിഷ്ടപ്പെട്ടു मन में है विश्वास पूरा है विश्वास हम होंगे कामयाब एक दिन മിസ്റ്റർ ബീരാൻ കോയ, താങ്കളുടെ പാർട്ടിയിൽ ഡോക്ടർ അമീറിന്റെ ഗ്രൂപ്പും അലവിക്കുട്ടിയുടെ ഗ്രൂപ്പും തമ്മിൽ ശക്തമായ ഗ്രൂപ്പിസം ഉണ്ട് എന്ന് തന്നെയല്ലേ താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? താങ്കൾ അലവിക്കുട്ടിയുടെ ഗ്രൂപ്പിലാണെന്നും സമ്മതിക്കേണ്ടി വരില്ലേ? ഈ മാതിരി ഹലാക്കിൽ ഓരോരോ ചോദ്യം ചോദിച്ച് നമ്മൾ രാഷ്ട്രീയ ഭാവി കൊളന്തോട്ടാനാണ് ഉദ്ദേശമെങ്കിൽ മോളെ അത് ജന്മത്തിൽ നടക്കൂല. ഇതിന് ആധികാരികമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ അപ്പം പറഞ്ഞുതരാം. പക്ഷേ ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്യണം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മിസ്റ്റർ ബീരാൻ കോയ, ഈ ക്യാമറ ഓഫ് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ക്യാമറ ഓഫ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഇവിടെ ഇരിക്കണോ ഇരിക്കണ്ടോ തീരുമാനിക്കുന്നത് നമ്മളെ റൈറ്റ്സാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ല, നമ്മൾ പോകണം. നിങ്ങൾ വേറെ ആരെയും നോക്കിക്കോളി. തന്റെ പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട EKPC നേതാവ് മിസ്റ്റർ ബീരാൻ കോയ ഈ ചർച്ചയിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഒരു ഇടവേള. ഒലക്കയുടെ മൂട്ടിൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളെ പൊളിറ്റിക്കൽ ഭാവി കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങൾക്ക് എന്തിട്ടാണ് ഇതൊരു ചീറ്റിംഗ് ആയി പോയി. ചീറ്റിംഗ് മാറ്റാൻ കുന്തം ഈരാങ്ങ ഞങ്ങള് പൊളിറ്റിക്സ് പഠിപ്പിക്കുന്നത് ഇയോളെ കുടികൊണ്ട് പോലേക്ക് ചിലക്കാന്നല്ലടാ. ഇത് ചാനലാ. ഓലേറ്റ് കളിച്ചാൽ മേത്ത് ചേറാവും. ഓരി കെട്ടി എന്തായാലും ഇറങ്ങിപ്പോന്നത് ശരിയായില്ല. കാരൊക്കെ കുരുപോലെ എത്തിരി ഉള്ളെങ്കിലും ആ പെണ്ണാളൊരു ചീരാ പറക ആപ്പീസ് കൂടുന്ന ചോദ്യമല്ലേ ചോദിച്ചേ. അതിനെങ്ങാനും കമാന്നൊരു അക്ഷരം മുണ്ടിപ്പോയാൽ കുടുങ്ങി. അതിനല്ലേ നമ്മൾ അവിടെ പൂഴിക്കടകം പ്രയോഗിച്ചേ. അവിടെയാണ് ഒരു പൊളിറ്റീഷ്യന്റെ ബുദ്ധി എടുക്കുന്നത്. എന്ത് എണീറ്റ് പോരണതാ ബുദ്ധി? അത് ഏത് ഡൂക്ലി പൊളിറ്റീഷ്യനും പറ്റില്ലേ? ഞാൻ വിചാരിച്ചത് ബീരാനക്ക് അവിടെ ഇരുന്ന് നല്ല മണിയായിട്ട് ആധികാരികമായിട്ട് മറുപടി പറയുന്ന. ഛേ, ഇത് നാണക്കേടായി പോയില്ലേ? നമ്മൾ ഈ വെള്ളക്കുപ്പായിട്ട് നടക്കുന്ന എനിക്ക് കണ്ണു പിടിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. നോട്ടോ മോളെ റിമോട്ട്. നീ പോയില്ലേ ഇതുവരെ? രാവിലെ തന്നെ കോയക്കന്റെ ബെഡായും കെട്ട് നിക്കല്ലേ. ട്രെയിൻ പോയാലേ വിവരം അറിയൂ. ഞാൻ പോവാ. അപ്പളേ നമ്മൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. താങ്ക് യു. ഇറങ്ങി പോരാന്നൊക്കെ പറഞ്ഞാ ബീരത്വ. അത് ശരിയായില്ല. നിങ്ങളെ പട്ടാളക്കാരെ വാറല്ല, പൊളിറ്റിക്സിലെ വാറ്. നിങ്ങളെ വിളി നേർക്ക് നേരാ. ഇവിടെ ഉണ്ട് വരുന്ന എവിടുന്നാന്ന് തിരിയില്ല. ഒറ്റ സെക്കൻഡില്ല കഥ തീരുക. ഓ, എനിക്ക് നിങ്ങളുടെ പൊളിറ്റിക്സ് ഒന്നും മനസ്സിലാവില്ല. അല്ല, ഇന്ന് ഏത് ടിവിയിലെ സംവാദം? അതിന് വാർത്ത കാണാൻ ഇവിടെ റിമോട്ട് തന്നിട്ട് വേണ്ടേ? നോട്ട് മോളെ റിമോട്ട്. നല്ല മോളെ.
റിമോട്ട് കൊടുത്തിട്ട് എണീറ്റ് പോയി പല്ല് തേക്കടി. മ്യൂസിക് സെൻസ് ഇല്ലാത്ത ജനറേഷൻ. ജനറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ റേഷനിൽ നടത്തും പുഴാണെന്നും പറഞ്ഞ് പ്രതിപക്ഷക്കാരവിടെ ധർണ ഒത്തിരിക്കുക. അവർക്കെതിരെ 2 ചാനലുകളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. കള്ളപ്പകൽ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ലേറ്റ് ആയിപ്പോയാൽ വിവരമില്ലാത്തവരെ പിടിച്ച് കയറ്റും. മാലിന്യം സംസ്കരിക്കുന്നതിന് ഇനിയും ഫലപ്രദമായ പദ്ധതി ആവിഷ്കരിച്ചില്ലെങ്കിൽ ഹലോ, ഒരു സെക്കൻഡ് ചായ കാണാണ്ട് ഇങ്ങ് തന്നേടി റിമോട്ട്. ഏത് ചാനലിലെ ചായ? ജീവിതം ദുസ്സഹമാവുന്ന സൂര്യ TV. മറ്റൊരു വിളപ്പിൽശാലയോ ലാലൂരോ ഞെളിയൻപറമ്പോ ഇവിടെയും ആവർത്തിക്കപ്പെടുന്ന ഭീതിയിലാണ് ഈ ഗ്രാമം. ശരിക്കും കാണാൻ പറ്റില്ല. ശകലം കൂടി ലെഫ്റ്റിലേക്ക് നീങ്ങിക്കേ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 1000-ലേറെ ഗ്രാമവാസികളെയാണ് പകർച്ചവ്യാധിയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഗ്രാമവാസികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ജനങ്ങളിലേക്ക് രോഗം പകർന്നു പിടിക്കുന്നതിന് മുൻപ് ഗവൺമെന്റ് ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നു. സാറിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ സൂപ്പർ സ്റ്റാർ ഓട്ടോ ഡ്രൈവർ സണ്ണി. എനിക്ക് സിനിമ അഭിനയിക്കണമെന്നാ താല്പര്യം. അതിനായിട്ട് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുക മാഡം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജനജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യനിങ്ങനെ ആവേശം മാത്രമേ ഉള്ളൂ. ഗോൾ പോസ്റ്റിനടുത്തെത്തുമ്പോ കാറ്റ് പോകുന്ന ബ്ലാഡർ പോലെ എങ്ങനെ എല്ലാ കാര്യങ്ങളും. അതെന്താ മമ്മി? കുന്തം അതെന്താ മമ്മി? ജനജീവിതം ദുസ്സഹമാണ്. കുടിക്കാൻ നല്ല വെള്ളമില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായേ തീരൂ. എന്താ റോഡിന് നടുക്കെന്നാണോ കാഴ്ച കാണുന്നേ? മാറിങ്ക അങ്ങോട്ട്. ഓരോന്ന് കെട്ടിയൊരുങ്ങി ഇറങ്ങിയേക്കും. സർക്കാരിന് തിരിച്ചറിവുണ്ടാവും. തീർച്ചയായും ഈ പ്രശ്നം സർക്കാർ ഗൗരവമായി എടുക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ജഗദീഷിനൊപ്പം സൂര്യ ടിവിക്ക് വേണ്ടി ആതിര വിശ്വനാഥ്. എനിക്ക് ഭയങ്കര ക്യാമറ ലുക്കാന്ന റോസാക്കുട്ടിയുടെ കമന്റ്. അവക്ക് എന്നെ ക്യാമറ കൂടെ കാണുന്നതാ കൂടുതൽ ഇഷ്ടം. ഒരു ക്യാമറ മേടിച്ചു കൊടുക്കും, എന്നാ പിന്നെ എപ്പോഴും കാണാലോ. കളിയാക്കണ്ട. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാ. ഞാൻ ഒരിക്കൽ നായകനാവും. എന്നിട്ട് എന്റെ സിനിമയുടെ ടിക്കറ്റിന് വേണ്ടി നയനെ ക്യൂവിലും തല്ലുകൂടുന്ന എനിക്കൊന്ന് കാണണം. ഞാനും ഒരു സിനിമ എഴുതിയിട്ടുണ്ട്, രാവണനും സീതയും. സംവിധാനം ഞാൻ തന്നെ. നായകനായിട്ട് അഭിനയിക്കുന്നതടക്കം 25 കാര്യങ്ങൾ ഈ സിനിമയിൽ ഞാൻ ചെയ്തു. രാത്രി കമലാക്ഷി എങ്ങും ശുഭരാത്രി. നായകൻ ഹനുമാനായിരിക്കും. ഒന്ന് വേഗം വണ്ടി വിട് സണ്ണിയേട്ടാ, ട്രെയിൻ മിസ്സാവും. ഇതൊരുമാതിരി സൂപ്പർ സ്റ്റാറുകള് ലൊക്കേഷൻ ലേറ്റായിട്ട് എത്തിയിട്ട് ഷൂട്ടിങ്ങിന് തിരക്ക് കൂട്ടുന്നവരുണ്ടല്ലോ. ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്ത്. അഡ്വക്കേറ്റ് സുരേന്ദ്ര മേനോന്റെ കാറാ. റോങ് സൈഡിൽ കൂടെ കയറ്റി ഒരു ദിവസം അയാൾ എന്നെ പിടിച്ചകത്തിടും. ഉണ്ണിയേട്ടാ അതങ്ങനെ കിട്ടില്ല, പൊട്ടിക്കണം. ഇങ്ങിതാ നേരം പോണു. കൊടുക്കും മോനെ, നമുക്ക് പോണ്ടേ. എത്രയുണ്ട് മോളെ? തികയോ? പിന്നെ 150 പവനല്ലേ വാങ്ങാൻ പോണേ. എന്നാലും മോളെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലല്ലേ. അതൊക്കെ ഓൾഡ് കൺസെപ്റ്റ് അമ്മമ്മേ. ഈ സ്വർണത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള് പുതിയ പിള്ളേര്. വാങ്ങിച്ചാ നിനക്ക് എന്നോ ഉപകാരം. അതിങ്ങനെ താന്നേ അത് അവന്റെ കയ്യിലിരുന്നോട്ടടി. നീ പുതിയ മൊബൈൽ അവന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ. Hi, Happy birthday, Nana. Thank you. Da, come fast. The 5 minutes. ഇനി ക്യാൻഡിലും കൂടെ ഫൈനൽ ടച്ച്. Wow, beautiful. Okay, thank you. Oh, hey look, here comes the princess. Wow, happy birthday to you.
student, each person, especially in the management field, should realize the term SWOT and what it stands for. Here, S for your strength, W for weakness, O for opportunities, and T stands for threats. Yes, in short, സ്വന്തം ശക്തിയും ബലഹീനതയും അവസരങ്ങളും വെല്ലുവിളികളുമാണ് ഒരാളെ മോൾഡ് ചെയ്യുന്നത്. Is that clear? ഇത് നോക്കിയേടി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട കളറല്ലല്ലോ. അത് മനുവേട്ടന് ഇഷ്ടപ്പെട്ട കളറാണ്. ഓ, കല്യാണം കഴിഞ്ഞില്ല, അതിനു മുൻപേ തുടങ്ങി കെട്ടേണ്ട ഇഷ്ടം നോക്കാൻ. ഇവിടെ ആള് കൊള്ളാലോ മുത്തശ്ശി. അമ്മമ്മേ, നമുക്ക് വേഗം സ്ഥലം വിടാം അമ്മമ്മേ. ഇവിടെമാരാണ് പുലികളാ. ശരിക്കും അങ്ങ് ഫോമിലായ പിന്നെ കടിച്ചു കയറും. മക്കളെ, ഞങ്ങൾ ഇറങ്ങട്ടെ, നേരെ ഒരുപാടായി. അതെ, നേരത്തെ എത്തണോട്ടോ. പരിയാട്ടാനും തേങ്ങ അരക്കാനൊന്നും ഞാനാരെയും വിളിച്ചിട്ടില്ല. ശരി. ബൈ. ബൈ. മോളെ എങ്ങോട്ടാ? ഗുരുവായൂർക്കാ. പഠിക്കുക? ആ, പഠിക്കുക. ഇതെന്റെ മോളുടെ കുട്ടികളാ. ഇവളുടെ കല്യാണം. ഞാൻ കുറച്ച് സ്വർണവും തുണിയും എടുക്കാൻ പോയിട്ട് വരിക. ഇപ്പോഴത്തെ വിലയും കൊടുത്ത് സ്വർണവും തുണിയൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. പേരെന്താ? സ്നേഹ. ഇതെന്റെ ഏട്ടൻ ഉണ്ണിയേട്ടൻ. പഠിക്കാണോ അതോ ജോലി ചെയ്യണോ? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ചേർന്നു. ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന എവിടെയാ? ITLന്റെ ഓഫീസില്. ഓ, അത് ശരി. സുഖമില്ലാത്ത മോനാ. ITL ജോലി കിട്ടിയിട്ട് കുറെ നാളായോ? നല്ല ശമ്പളമൊക്കെ ഇല്ലേ? ഒരു കൊല്ലം ആവുന്നു. പറക്കം പറ്റുന്നതിന് മുമ്പേ ഈ രണ്ടെണ്ണത്തിനെയും എന്റെ അടുത്ത് ആക്കിയിട്ട് പോയതാ. എന്റെ മോളും മോളുടെ കെട്ടിയോനും ബാങ്കിലെ കടം തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായപ്പോ ജീവൻ ഒടുക്കിയതാ. പിന്നെ ആരാണ്ട് വീട്ടിലെ അടുക്കളപ്പണി ചെയ്തിട്ടാ ഞാൻ രണ്ടിനെയും പോറ്റിയത്. ഈ അമ്മാമ്മ വെറുതെ ഓരോന്ന്. ഇവളെ പഠിപ്പിച്ച് ഇത്രയും ആക്കാൻ കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കില്ല. കടം വീട്ടാനും കഴിഞ്ഞുകൂടാനും ഇപ്പൊ ഇവക്ക് കിട്ടുന്ന ശമ്പളമാ ഒരാശ്വാസം. ഉണ്ണിന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. അവന്റെ എന്റെയും കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവക്ക് എന്തും ഒരു പുതിയ ചെരുപ്പ് പോലും വാങ്ങിക്കില്ല. കടമൊക്കെ കഴിയട്ടെ എന്ന് പറയും. ഈ സാധനങ്ങളൊക്കെ ഇവക്ക് വാങ്ങിച്ചതാ. ഇവിടെ കെട്ടാൻ പോകുന്ന മോനെ നല്ല പയ്യനാ. അല്ല, എന്നെ വിളിക്കുന്നില്ല കല്യാണത്തിന്? ഞാനത് മറന്നു. ഇപ്പൊ തരാമേ. എന്താ മോളെ ഇത്? വഴിയിൽ വെച്ചാണോ കല്യാണം വിളിക്കുന്നത്? അയ്യോ, അതൊന്നും സാരില്ല. നല്ല രസമുണ്ടല്ലോ. അവൻ കാണിച്ചു വെറുതെയാണ് ദേഷ്യം പിടിപ്പിക്കാതെ. വരണോട്ടോ. ഷുവർ. Cheers.
മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം നാണം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു മോഹത്തിരകൾ മിഴിയിൽ ഇളകും പെണ്ണിനെ പുലരെ സുഗന്ധം പുരട്ടെ ഒരു സ്വപ്നങ്ങൾ പൂഞ്ചേലയണിഞ്ഞു മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം മഴവിൽ വളകളണിഞ്ഞു പാക്കുഴലുമുഖിലുമെടഞ്ഞു മൃദുവിരലാൽ ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി മഴവിൽ വളകളണിഞ്ഞു പാക്കുഴലുമുഖിലുമെടഞ്ഞു മൃദുവിരലാൽ ശിശിരം സുറുമ സഖിക്കുമിഴിനീളെഴുതി അവളൊരുങ്ങി അനുരാഗം വാസന്തം പോലെ അവളൊരുങ്ങി മലമാസ ചന്ദ്രിക പോലെ ഇന്നിവൾ ചാരെ മിന്നുമായെത്തും പാരക്കാരാണ് ചൊല്ലു മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം മൃദുലതലങ്ങൾ വിടർത്തി മധുനുകരനണയും ശലഭം കരം പിടിച്ചു ഹൃദയവാതിൽ തുറന്നു മിഴിക്കൂമ്പി നിൽക്കും മൃദുലതലങ്ങൾ വിടർത്തി മധുനുകരനണയും ശലഭം കരം പിടിച്ചു ഹൃദയവാതിൽ തുറന്നു മിഴിക്കൂമ്പി നിൽക്കും നീ പകരും രാകുളിൽ പ്രേമാമൃതമാണ് നീ ചൊരിയും പുലർമഞ്ഞിൽ മധുരാഗാമൃതമാണ് പിന്നിവൾ ചേരും മന്മഥരാരും അവനെ നീ കണ്ടു ചൊല്ലു മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം നന്നാരെ 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 എന്താ പരിപാടി ഈ എങ്ങട്ടാ പോണേ ഞാൻ പോരേക്ക് പോവാ അതിനെന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത് ഇവിടെ എങ്ങനെ ഗ്യാസ് കണക്ഷൻ ഇല്ലാണ്ടായത് ഗ്യാസ് കണക്ഷൻ കേടന്ന് ഉരുളണ്ടാ ഇവിടെ ഗ്യാസ് കുറ്റി കൊണ്ടുവരുന്ന ചെക്കന്മാര് കൂലി കൂട്ടിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടിവിയിൽ ആധികാരികമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചില്ലേ പിന്നെ ഒരൊറ്റ ചെക്കന്മാര് ഇവിടെ കുറ്റി കൊണ്ട് വരാണ്ടായി അറിയോ അടുപ്പ് ഊതിയൊതിക്കാന്റെ കൊലം നോക്കി അതും പോട്ടെ നിങ്ങളെ കണ്ട ഏതെങ്കിലും ഓട്ടോക്കാര് നിർത്തോ ഓട്ടോ കൂലി കൂടുതൽ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ ടി വി കയറി ആധികാരികമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചില്ലേ എനിക്കൊരു ചെമ്പരത്തി പൂ കാണാൻ പറ്റുമോ കേബിളിന്റെ ചാർജ് കൂട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ ആധികാരികമായിട്ട് ടിവിയിൽ പ്രസംഗിച്ചില്ലേ ഇവിടുത്തെ കേബിളും കട്ട് ചെയ്ത് നേതാവിന് ടി വി കാണണ്ടാന്ന് ഇതിങ്ങനൊക്കെ ആയി തീർന്നു വിചാരിച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞത് അവിടുത്തെ വെളിച്ചത്തിന്റെ ക്യാമറയ്ക്ക് മുമ്പ് കുടിയാൽ ആരായാലും ബേജാറായി പോയി പോരാത്തതിന് ഓരോ കുനിഷ്ട ചോദ്യങ്ങളും അതിൽ മൊത്തം പിടുത്തം വിട്ടു പോണതാണ് സുഹറ ചെമ്പരത്തി പോയില് സരള ഇന്നു നാളെ പ്രസവിക്കും ആ വർഗീസ് എന്തൊക്കെ പുകിലാണ് പടച്ചോനെ ഉണ്ടാക്കാൻ പോണെന്ന് ആർക്കറിയാം കണക്ഷൻ ഇല്ലാണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ എങ്ങനെ കാണും ഞാൻ എന്റെ പോരെ സരള എന്റെ അമ്മായിനെ മുളച്ചാ സരള ഗർഭിണിയായിട്ട് 3 കൊല്ലായി ഈ അടുത്തൊന്നും പ്രസവിക്കാനും പോലില്ല സാധാരണ സീരിയലിലെ പെണ്ണുങ്ങളെ ഗർഭിണിയായ പറഞ്ഞെങ്കിൽ 5 കൊല്ലം കഴിയണം ഇത് മെഗാ ആണ് മെഗാ സുറ സുറ അന്നോടാ പറഞ്ഞു പോകല്ലേ സുറ ഞാൻ പറയണൊന്ന് കേക്ക് എന്ത് കേക്കാൻ നിങ്ങൾ എന്തി ഒടുക്കത്തെ ടി വി പരിപാടി നിർത്തുന്നു അന്ന് നമ്മൾ തിരിച്ചു വരും വേണ്ടേട്ടാ
എന്നാ ഒന്നൊന്നുമില്ല മുട്ടോളം ഈ ആരാ പേടിപ്പിക്കണേ? അല്പം മുമ്പാണ് ബീച്ചിൽ വിശ്രമിക്കുകയായിരുന്ന ഫ്രഞ്ച് വനിതയ്ക്കെതിരെ മാനഭംഗ ശ്രമമുണ്ടായത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അക്രമം നടക്കുമ്പോൾ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ ആ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ അവരാരും തന്നെ വിദേശ വനിതയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഡൽഹി സംഭവത്തിന് ശേഷം രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധം ഇരമ്പിയിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിൽ നമ്മുടെ സർക്കാരും നിയമ സംവിധാനങ്ങളും വീണ്ടും പരാജയപ്പെടുകയാണെന്നതിന്റെ സൂചനയാണ് വിദേശ വനിതയ്ക്ക് നേരെ ഉണ്ടായ ആധികാരികമായിട്ട് പറഞ്ഞ അപ്പൊ കെട്ടിയോളും പോയി കിട്ടി അല്ലേ? വിദേശ വനിതയ്ക്കെതിരെ മാനഭംഗ ശ്രമം, അക്രമികൾ രക്ഷപ്പെട്ടു. ബീച്ചിൽ വിശ്രമിക്കുകയായിരുന്ന ഫ്രഞ്ച് വനിതയ്ക്ക് നേരെയാണ് മാനഭംഗ ശ്രമം ഉണ്ടായത്. സംഭവം നടക്കുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ പരിസരത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അവരാരും തന്നെ സംഭവത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി ആണത്രേ. പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. പ്രതികളെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല സതീഷ്, അക്രമികൾക്ക് ഒരു തുമ്പുമില്ല. പഠിച്ചോനെ, ഇതും ഇപ്പൊ പറഞ്ഞ് ടി വിക്കാര് നമ്മള് തലയെ കൊണ്ട് എഴുതുവോ? അല്ലെങ്കിൽ തന്നെ ഒന്നൊന്നര സീറ്റ് കൊണ്ട് അങ്ങനെ തട്ടിക്കൂട്ടി പോവുക. പണ്ടാറടങ്ങാൻ നമ്മളെ ഭരണകാലത്താണ് ഈ എമ്മൊക്കെ കടപ്പുറത്തെടുത്ത് കമ്മടിച്ച് കിടക്കല്. ഓരോരോ ഇടങ്ങേറ് പോയി നോക്കട്ടെ. ഹലോ ഹലോ, ആ അത് നമ്മളാണ് ബീരാങ്കോയ. അല്ല, ഇന്ന് ന്യൂസ് അവറിലാ മതാമനെ പീഡിപ്പിച്ചതന്നെയല്ലേ ചർച്ച? ഭരണപക്ഷത്തിന് ആധികാരികമായിട്ട് പറയേണ്ട വിഷയമാണല്ലോ. നമ്മള് ഫ്രീ ആണ്, നമ്മളോടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഒന്നും കൂടി എഴുതിക്കോളി. 9895. ഹലോ, അല്ല 10 നമ്പർ കേൾക്കാനുള്ള ക്ഷമയും കൂടി ഇല്ല. കള്ള പഹരി എന്ത് ചെയ്യും? ചാനലായി പോയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ പാർട്ടിയിൽ വിവരം വിദ്യാഭ്യാസമുള്ള വേറെ ആരും ഇല്ലല്ലോ. ഏത് ചാനലും ആധികാരികമായിട്ട് പറയണെങ്കിൽ നമ്മൾ എന്നെ പോണം. എന്ത് തിരക്കാണെന്നോ റബ്ബേ. ഇങ്ങനത്തെ സമയത്താണ് ബീരാങ്കോയ 2 എണ്ണം വേണമെന്നൊക്കെ തോന്നിപ്പോവാ. സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാൻ AKPC ജില്ലാ സെക്രട്ടറി ബീരാൻകോയ ഈ സ്റ്റുഡിയോയിലും, ഒപ്പം തന്നെ പ്രമുഖ വനിതാവേദി പ്രവർത്തക അഭയകുമാരി, പ്രതിപക്ഷ MLA KV നടരാജൻ, പ്രശസ്ത ചിന്തകൻ MR പുഷ്കരൻ എന്നിവർ മറ്റു സ്റ്റുഡിയോകളിൽ നിന്നുമായി ചേരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഇന്നാദ്യം ഫ്രഞ്ച് വനിത ഒഹാലിക്ക് നേരെ ഉണ്ടായ പീഡന ശ്രമത്തിനെതിരെ സംസ്ഥാനത്തരങ്ങേറിയ പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക്. പീഡനങ്ങളും അഴിമതിയും അതിവേഗം ബഹുദൂരം. ഇതാണോ സുതാര്യ ഭരണം? ക്യാമറ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം വെച്ചാൽ പോരാ. ഇത്തരം അക്രമം നടക്കുന്ന സ്ഥലത്തെല്ലാം ക്യാമറ വെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ സർക്കാർ രാജിവെക്കണം. വിവരക്കേട് പറയുന്ന ഒരു കഴിവ് കണക്കും വേണ്ടേ? മുഖ്യമന്ത്രി ഓഫീസിൽ ചോദിച്ചിട്ടാണ് ഇവിടെ ആരും പീഡനം നടത്തുന്നത്. പെണ്ണുങ്ങളിലോർത്ത് പെൺവാണി നടക്കുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരാ അവിടെ പ്രസംഗിക്കണേ. ആർഷഭാരത സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക മാത്രമാണ് ഇതിനെല്ലാം ഏക പരിഹാരം. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് അഴിഞ്ഞാട്ടമല്ലേ? സ്ത്രീക്കും പുരുഷനും സമൂഹത്തിൽ ഒരേ സ്ഥാനം വേണമെന്നത് തികച്ചും തെറ്റാണ്. നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ചിന്തകൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. സുബോധം നഷ്ടമായിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ സംസ്കാരം വിട്ട് നമ്മൾ കളിക്കണം. എന്താ നമ്മുടെ സംസ്കാരം? പെണ്ണുങ്ങള് നിരത്തിമിലിറങ്ങി തെണ്ടല. ഓല പണി എന്താ? പെരേ കുത്തിരിക്കുക, പെറുക, നേരാവുമ്പം ചോറും കൂട്ടാനും വെച്ച് തരിക. അല്ലാണ്ട് നിരത്തിമിലിറങ്ങി നടന്നാല് ഇവിടെ കടപ്പുറത്ത് നടന്നത് പോലെയല്ല, അതിൻ്റെ മുമ്പ് ഡൽഹിയിൽ നടന്നത് പോലെയല്ല, അതിൻ്റെ അപ്പുറവും നടക്കും. എന്നെ അമ്പരിപ്പിക്കുന്നത് നിസ്സഹായായ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു പ്രതികരണവുമില്ലാതെ നിർദാക്ഷിണ്യം നോക്കി നിന്ന ആ കോളേജ് കുട്ടികളുടെ മാനസികാവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടികളും ഇവിടെ പ്രതികളാണ്. അവരും കുറ്റവാളികളാണ്. ശ്രീ ബീരാൻകോയ, വ്യക്തിയും സമൂഹവും ധാർമ്മിക കടമകളിൽ നിന്നും ഒളിച്ചോടുന്നതാണ്
ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമെങ്കിലും സത്യത്തിൽ താങ്കളുടെ സർക്കാർ സമൂഹത്തിലുണ്ടാക്കിയ ജീർണതയുടെ പ്രതിഫലനമാണ് ഇത്തരം വിപത്തുകൾ ആവർത്തിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാതിരിക്കാനുള്ള ആർജവം താങ്കൾക്കുണ്ടോ? അതിപ്പം ആധികാരികമായിട്ട് പറഞ്ഞാൽ ഉണ്ടാവും. വ്യക്തമാണ് ശ്രീ ബീരാൻ കോയ, ഭരണപക്ഷത്ത് നിൽക്കുമ്പോഴും തന്റെ സർക്കാർ സമൂഹത്തിൽ ജീർണതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് തുറന്നു പറയാൻ താങ്കൾ കാണിച്ച ചങ്കൂറ്റത്തെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ പ്രധാന ഘടകകക്ഷിയായ താങ്കളുടെ പാർട്ടിക്ക് ഭരണത്തോടുള്ള അമർഷവും ഇതിലൂടെ വ്യക്തമാണ്. വളരെയധികം നന്ദി മിസ്റ്റർ ബീരാൻ കോയ. ഒപ്പം തന്നെ മറ്റുള്ളവർ ഒരു ചെറിയ ഇടവേള. നാളെ തന്നെ നിൽക്കാറുണ്ട് ഇവിടെ. ജയ് അത് ഓനോട് പറയുന്നുണ്ട് ചാനൽ ഞാൻ പൂട്ടിക്കുന്നു. ഓ മറ്റോട് ചെന്നപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ പണി. മനസ്സിലാകാത്ത ഭാഷ ചോദ്യം ചോദിച്ച ആളെ ചിട്ടിക്കല്. നമ്മളും തുടങ്ങേണ്ട ഒരു ചാനല് അല്ല പിന്നെ. കലക്കും ഞാൻ ഓനെ വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ലടോ, ഈ മലയാളാണെങ്കിൽ ഒരു മര്യാദ വേണ്ട വാക്കിലൊക്കെ. എന്തായാലും കോയക്ക എനിക്കറിയാം ആർജവെന്നൊക്കെ പറഞ്ഞാൽ അത് ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്നല്ലേ. ഓ അവിടുന്ന് ചെറുപ്പത്തിൽ സ്കൂൾ പോകാത്തതിന് ഇടങ്ങേറ് ഇപ്പോഴാണ് മനസ്സിലായി. കുറച്ച് പ്രീ പ്ലാനിംഗ് ഒക്കെ ആയിട്ട് വേണ്ടേ ഇന്റർവ്യൂവിനൊക്കെ പോവാൻ? പ്ലാനിങ് ആയിട്ടൊക്കെ തന്നെ പോയത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത കടിച്ചാ പൊട്ടാത്ത വാക്കുകളല്ലേ ഓൻ ചോദിക്കണേ. ഇന്നലെ എന്തോ ഒരു ആർജവം ചോദിച്ചു, അതിനാണ് പിടുത്തം വിട്ടായത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല. നമ്മളെ മലയാളം അല്ലല്ലോ ചാനലുകാരെ മലയാളം. മലയാളം ഒന്നല്ലേ ഉള്ളൂ, തുഞ്ചത്തെഴുത്തച്ഛന്റെ മലയാളം. ആ എന്നാ കുഞ്ചത്തച്ഛൻ ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. എന്നാ ഓന്റെ വിചാരം ഓനാ കുഞ്ചത്തെഴുത്തച്ഛൻ. എന്തായാലും മുന്നണിക്കെതിരെ ചാനലിൽ പറഞ്ഞ സ്ഥിതിക്ക് നടപടി ഉണ്ടാവും ഉറപ്പാണ്. എന്ത് അന്റെ കരുതാക്കോളൊന്നും പറയാതെ പോവാൻ നോക്കി ചെല്ല്. മോളെ പുഴയിലേക്ക് ഇറങ്ങുമ്പോ സൂക്ഷിക്കണം. കോയക്ക, ഞാൻ വരുമ്പോ 3-4 ദിവസം എടുക്കും. അതിന്റെ ഇടയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായാ വിളിച്ചറിയിക്കണേ. എന്ത് വിശേഷം? മന്ത്രിസഭ വീണാലേ. അച്ഛാ ബൈ. ടേക്ക് കെയർ മോളെ. ഈ ടി വിക്കാരും ക്യാമറയൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ കുട്ടിച്ചോറായനെ. ഇപ്പൊ അവരുടെ പോക്കറ്റിലും ബട്ടൺസിലും ഒക്കെയാ ക്യാമറ. നമ്മുടെ മുഖ്യമന്ത്രി വെച്ച പോലെ സുതാര്യമാക്കാൻ ഈ വണ്ടിയിൽ ഒരു ക്യാമറ വെച്ചാലോ എന്നാ എന്റെ ഒരു ആലോചന. ഈ ഓട്ടോയിൽ കയറുന്ന ഡിംഗോൾഫിക്കേഷൻ ടീമിനെ കൈയോടെ പിടികൂടാലോ. പിടിക്കാലോ, പക്ഷെ നാട്ടുകാർ ഓട്ടോ അടിച്ചു പൊളിച്ച് സുതാര്യം. അത് ശരിയാ. ഹോട്ടലിലും മൂത്രപ്പരയിലും തുണിക്കടയിൽ തുണിമാറ്റം നിർത്തുമൊക്കെ അതുകൊണ്ട് വെച്ച് ചില വഷളന്മാര് ക്യാമറയുടെ അന്തസ് അങ്ങോട്ട് കളഞ്ഞു. എന്തു പറയാനാ. ഫുൾ ടാങ്ക് അടി. പണ്ട് നമ്മുടെ മുഖ്യൻ പെൺവാണിഭത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തായിരുന്നു പുകില്. ഇപ്പൊ വിമാനത്തെ കയറാൻ പറ്റുമോ? ട്രെയിനെ കയറാൻ പറ്റുമോ? വല്ലപ്പോഴും വല്ല 1-2 സായിപ്പ് മദാമ്യം വന്ന് 10-100 കിട്ടിയിരുന്നതാ. ഇന്നലത്തെ സംഭവത്തോടെ അതും ക്ലീൻ ആയി കിട്ടി. ഇപ്പൊ എന്താ ഉണ്ടായേ? ഫുൾ ടാങ്ക് എണ്ണയടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതെന്താ? സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോ വണ്ടി റിസർവായർ ഒന്ന് മാറ്റാൻ പറ്റുമോ? തല്ലുകൊള്ളിക്കാൻ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലം കണ്ടില്ല. അങ്ങനെ നമ്മുടെ നാട് അത്രയ്ക്ക് മോശമായി പോയല്ലോ സണ്ണിയേട്ടാ. ഇതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ പോരാഞ്ഞിട്ടാ. ഒരുത്തനെന്തെങ്കിലും തോന്നിയാസം കാണിച്ചാ അപ്പൊ വെച്ചു കൊടുക്കണ കർണക്കുറ്റിക്ക്. അതെങ്ങനെയാ രണ്ടും മല ചേർന്നാലും. അമ്മമ്മേ ദാ വന്നല്ലോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. ചന്തപ്പ ഉഷാറാക്കിയ കല്യാണത്തിന് കണക്കില്ലെന്റെ മോളെ. ഇന്ന് അങ്ങനെ ഒരു കല്യാണ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. സ്വന്തം കല്യാണത്തിന് സ്വന്തം പുരക്ക് പെയിന്റ് അടിക്കുന്ന കല്യാണ പെണ്ണ്. കലികാലം. അതെ ചന്തപ്പേട്ട, അതെ കാശ് മുടക്കാനുള്ള പിശുക്കൊണ്ടൊന്നുമല്ല. ഈ പെയിന്റിങ്ങിനൊക്കെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വന്നില്ലെങ്കിലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. വേറെ ആരുടെയും കല്യാണം അല്ലല്ലോ, സ്വന്തം കല്യാണം അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ ചന്തപ്പെട്ട നല്ലത്. ഇക്കണക്കിന് മാധവമേ, താലി കെട്ടാൻ നേരത്തെ പെണ്ണ് വന്ന് സാമ്പാർ വേണമെന്നാ എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ ചന്തപ്പ. 1 റുപ്യ കുറഞ്ഞു കിട്ടിയ അത്രയും ആയില്ലെന്നാ അവള് വിചാരിക്കുന്നത്. എല്ലാം കൂടെ നടത്തണ്ടേ. പന്തലും കസാലയും പ്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ പറയണം. നാട് മുഴുവൻ കല്യാണാണെന്ന്. എന്നാലും പേപ്പർ പ്ലേറ്റ് വേണ്ട, നല്ല വാഴയില മതി. ഇപ്പൊ ഞാനും ഉണ്ണിയേട്ടനും കൂടി മുറിച്ചോളാം. കസാലി മന്ദിരം വേണ്ടേ? അതും കൂടി വേണ്ട. എനിക്കങ്ങോട്ട് പോവാലോ. ഓ
എനിക്ക് വയ്യ. എന്റെ ചന്തപ്പേട്ട 2013 ജനറേഷനാ ഞങ്ങള്. മാരേജ് എന്ന് പറയുന്നതേ വെരി വെരി സിമ്പിൾ ആവണമെന്നാ ഞങ്ങളുടെ കൺസെപ്റ്റ്. മാധവമേ, ഇവളോട് തർക്കിക്കാൻ എനിക്കാവൂലേ? നിങ്ങൾക്ക് എന്താ വേണ്ടെച്ചാ പറഞ്ഞോളി, അത് ഞാൻ ഇടയ്ക്ക് തരാം. ഇവളെ എല്ലാം ഏർപ്പാട് ശരിയാവില്ല, ഞാൻ പോവാ. അവിടെ ഇരിക്കി ചന്തപ്പ, അവൾ അതൊക്കെ പറയും. കുറെ കാലമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ 4 കാശല്ലേ, അത് ചെലവായി പോകുന്നതിന്റെ വിഷമാവത്ത്. അമ്മമ്മേ, കല്യാണം കഴിഞ്ഞും ജീവിക്കാനുള്ളതാ. ഈ ചന്തപ്പേട്ടന്റെ കടം വിട്ടാൻ എന്നെ കിട്ടൂല. ഞാൻ മനുവേട്ടന്റെ കൂടെ ഹണിമൂൺ ട്രിപ്പിലായിരിക്കും. ലഗേജ് ഒക്കെ ഓക്കെയാണ്. നമ്മള് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ നയന, ട്രെയിൻ മിസ് ആ കേറ് കേറ് കേറ്. Come on, get in, get in, get in. Hey guys, come on fast. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ, തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ, തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ, തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. പ്രണയത്തിൻ പൂക്കൾ ഹൃദയത്തിലെന്നും നോവുന്ന സുഖമായി കരുതും നമ്മൾ. മിഴിമുനയാൽ അവൾ കവിതകൾ എഴുതും, അധരതലങ്ങളിൽ മൊഴിമതു കിനിയും. പകലുകൾ നീളെ കനവുകൾ നിറയും, പനിമതി പോലെ കുളിരായി അണയും. പ്രിയ സഖിയായി അവൾ മാറും പിന്നെ. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ, തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. പല വഴിയേ പറവകൾ നാമെന്നും പറന്നടഞ്ഞു ഈ ശാഖികളിൽ. നിമിഷജന്മം കഴിഞ്ഞു നമ്മൾ, വീണ്ടും അകലും ദൂരെ അനന്തതയിൽ. രാവുകൾ പകലുകൾ തിരയല പോലെ ജീവിതമൊന്നല്ലോ. ഹൃദയ ചിരാതിൻ നിറതിരി സ്നേഹം തെളിയും ഇരുൾ വഴിയിൽ. ഇവിടെ നിറയും പ്രണയമൊരാനന്ദമാകും. തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ, തീരാത്ത മോഹത്തിൻ കളിയോടത്തിൽ. Hey, come on guys, Jelly, come on, come on, Jelly. Yeah. Hey, Naina, Naina, come. You and I, we come gonna on, do come it on. all. Hey, you can do You it and I, all. till the end. You and I, we gonna touch the sky. You and I, we gonna rule the world until the end. No mountains too high to climb, no river ever too deep. All we need is just a little faith. Spread our wings and fly away. കതിരൊളികൾ തഴുകുകയായിളം കറുകതൻ തുമ്പിലും കരുണയുടെ. ഹിമകടവും ഇനി സൂര്യനെ പോൽ നന്മ ചൊരിയും എന്നും പുലരി.
മിഴികളിൽ ഹൃദയവനം പിരിശങ്കിരിലൊഴുകും സ്നേഹം ജീവജലം പ്രണയാകാശ പറവകൾ പാടും പ്രണയം ഓംകാരം ഇന്നും എന്നും പ്രണയമൊരനുഭൂതിയാകും പിന്നെ തീരങ്ങൾ തേടി പോകുന്നു നമ്മൾ തീരാത്ത മോഹത്തിൻ കളിയോളത്തിൽ പ്രണയത്തിൻ പൂക്കൾ ഹൃദയത്തിൽ നോവുന്ന സുഖമായി കരുതും നമ്മൾ. No mountains too high to climb, no river ever too deep. All we need is just a little faith. Spread our wings and fly away. No mountains too high to climb, no river ever too deep. All we need is just a little faith. Spread our wings and fly away. നെല്ലായ നെല്ലൊക്കെ തമ്പിരാന നാടായ നാടൊക്കെ തമ്പിരാന I was getting into the train. I'm trying to find a seat. Oh, it's so crowded. Finally, I got a place. So much noise in here. Really? Oh, so sweet. Cheeky woman. Oof, shit. So yucky. Just hold on, okay? ഒന്നങ്ങോട്ട് മാറിയിരിക്കേ. Yeah, that was nice, wasn't it? You should go again, yeah. I'm telling you. Why are you so worried what your parents are going to say? I don't care. होंगे कामयाब हम होंगे कामयाब हम होंगे कामयाब एक दिन मन में है विश्वास पूरा है विश्वास हम होंगे कामयाब एक दिन. എടോ ട്രെയിനകത്താണോ സിഗരറ്റ് വലി?
സത്യത്തില് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നുപോയി ഞാൻ. ഇത്തരം സംഭവങ്ങളെ പറ്റിയൊക്കെ പത്രത്തിലൂടെയും ടി വിയിലൂടെ ഒക്കെ അറിയാറുണ്ടെങ്കിലും സ്വയം നേരിടേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പതറിപ്പോവുക. നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ആദർശധീരനായ റിട്ടയർഡ് മേജറിന്റെ പുന്നാര മോള് ഒരു ബീരുവിനെ പോലെ മാറി നിന്നത് ഏതായാലും ക്ഷേമായിപ്പോയി. നീ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ. ഗുരുവായൂർ സ്വദേശിനി സ്നേഹ എന്ന പെൺകുട്ടിയെയാണ് ക്രൂരമായ പീഡനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അജ്ഞാതനായ ഒരാൾ സ്നേഹയെ പാളത്തിലേക്ക് തള്ളിയിട്ട ശേഷം പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിന് പിന്നിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്നേഹയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അബോധാവസ്ഥയിലായ സ്നേഹയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. സ്നേഹയുടെ അമ്മമ്മയുടെ നിലവിളി ആശുപത്രിയിൽ ഹൃദയഭേദകമാണ്. സ്നേഹയൊന്ന് കാണാൻ പറ്റുമോ? സോറി, പേഷ്യന്റ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അടുത്ത റിലേറ്റീവ് ആരെങ്കിലും ആണോ? അല്ല, ഞാനും അതേ ട്രെയിനിൽ സ്നേഹയോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കാണണം, കണ്ടേ പറ്റൂ, പ്ലീസ്. നേരെ ചെന്നാ മതി, വേഗം ഇറങ്ങിയേക്കണം. ആ സമയത്ത് സ്നേഹയോടൊപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടിയെന്നാ പറഞ്ഞത്. സ്നേഹ ആക്രമിക്കപ്പെടുന്നതിന് നിങ്ങൾ ദൃക്സാക്ഷിയാണോ? എന്താ നിങ്ങളുടെ പേര്? നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലേ യാത്ര ചെയ്തത്? സ്നേഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ആക്രമിക്കപ്പെട്ടത്? പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കൂടെ യാത്ര ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലും റിയാക്ട് ചെയ്യാതിരുന്നത്? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാമായിരുന്നില്ലേ? സ്നേഹയുടെ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവായേക്കാവുന്ന വ്യക്തിയാണ് മൂന്നാർ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം സ്റ്റഡീസിലെ വിദ്യാർത്ഥിനി നയന. ട്രെയിനിൽ സ്നേഹ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഒപ്പം യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ് നയന. ഒരുമിച്ചായിരുന്നല്ലേ യാത്ര ചെയ്തത്? സ്നേഹ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ആക്രമിക്കപ്പെട്ടത്? പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? കൂടെ യാത്ര ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലും റിയാക്ട് ചെയ്യാതിരുന്നത്? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ
തന്നെ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റ സ്നേഹയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. ട്രെയിനിൽ വെച്ച് ക്രൂരമായ പീഡനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്നേഹ മരിച്ചു. ഇന്ന് രാവിലെ സഹയാത്രികയും സംഭവത്തിന്റെ ദൃക്സാക്ഷിയുമായ നയന എന്ന കോളേജ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ സ്നേഹയെ സന്ദർശിക്കാനെത്തിയത് ഈ കേസിന്റെ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഇതുവരെ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ലാത്ത ഈ സംഭവത്തിന്റെ ദുരൂഹതയുടെ ചുരുളുകൾ അടിക്കാൻ ഒരുപക്ഷെ നയനയ്ക്ക് സാധിക്കും. ആ സമയത്ത് നയന എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതും പ്രസക്തമായ ചോദ്യമാണ്. എന്തുതന്നെയായാലും സ്നേഹയുടെ മരണം ബാക്കി വെക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള പോലീസിന്റെ ഏക ആശ്രയമായി മാറിയിരിക്കുകയാണ് മൂന്നാർ ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥിനി നയന. ഹലോ, യാ പ്ലീസ് ഹോൾഡ് ഓൺ. ആ വീണ്ടും ആ ചാനലിനാ ചേച്ചിയെ ചോദിക്കുന്നു. ഹലോ, സോറി അവളിവിടെ ഇല്ല. No doubt you should have reacted. നീ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. ഇറ്റ്സ് ഷെയിംഫുൾ. വളരെ മോശമായിപ്പോയി. ഒരു ജീവൻ, അതാണ് പ്രധാനം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്നെ പോലെ ഒരാൾക്ക് ഒന്നും ചെയ്യാതെ മാറി നിൽക്കാൻ പറ്റുമെന്ന്. Anyhow, it happened. ഇനി അതിനെ കുറിച്ച് ഓർത്ത് ഡിപ്രസ്ഡ് ആയിട്ടൊന്നും കാര്യമില്ല. Be cool. Okay? നയനയുടെ ഫാദറാണ്. നയന നാളെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഐ വിറ്റ്നസ് ആണല്ലോ. മീഡിയയിലൂടെ ലോകമറിഞ്ഞ സ്ഥിതിക്ക് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുത്തേ പറ്റൂ. ഇവിടുന്ന് പോരെ? പ്രയാസം മനസ്സിലായി, പക്ഷെ വന്നേ പറ്റൂ. പിന്നെ വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് ഇനി മീഡിയയിലൂടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കുറച്ചൊന്ന് കരുതിയിരിക്കുകയും വേണം. നയന എന്ന പെൺകുട്ടി വിചാരിച്ചിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്നത് ഒരു ജീവനായിരുന്നു. നന്മ പറ്റിപ്പോയ സ്വാർത്ഥമായ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നയന. പക്ഷേ റെയിൽവേയും റെയിൽവേ പോലീസും സ്നേഹയുടെ മരണത്തിന് ഉത്തരവാദിയാണ്. റെയിൽവേ മന്ത്രി രാജിവെക്കണം. റെയിൽവേ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തണേ? ഇന്റെ അയൽവകത്തുള്ള കുട്ടിയാണ് നയന. ഓൾ ഇത്രയും മനുഷ്യത്തില്ലാത്ത കുട്ടിയാണ് നമ്മൾ വിചാരിച്ചിട്ടില്ല. മനുഷ്യന്മാർ തമ്മിൽ സ്നേഹമില്ലാത്തതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താണ്? സഹയാത്രിയായ പെൺകുട്ടിയെ ക്രൂരമായി കൺമുന്നിൽ വെച്ച് പിച്ച് ചീന്തുമ്പോ ഏതൊരാൾക്കാണ് നോക്കി നിൽക്കാൻ സാധിക്കുക? ഇതിൽ യഥാർത്ഥ പ്രതി ആരും ആയിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് ആ നയന എന്ന വിദ്യാർത്ഥിനി ചെയ്തത്. മനുഷ്യത്വം ലെവലശമില്ലാത്ത ഇവളൊക്കെ ഒരു സ്ത്രീയാണോ? ഇവളൊക്കെ സ്ത്രീവർഗത്തിൽ തന്നെ അപമാനമാണ്, ശാപമാണ്. Shame on you. എന്തൊരു മനസ്സായി. Hate you. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന
നിൽക്കുന്ന കോളേജ് ആയിരുന്നു നമ്മുടേത്. നയന എന്ന ഒറ്റ വിദ്യാർത്ഥിനിയുടെ മനുഷ്യത്വമില്ലായ്മ കൊണ്ട് ഇന്ന് കോളേജിന്റെ നാമം കളങ്കപ്പെട്ടിരിക്കുകയാണ്. ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് ലജ്ജയുണ്ട്. നയന ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കോളേജിന്റെ റെപ്യൂട്ടേഷൻ ഇന്ന് എന്താകുമായിരുന്നു? നമ്മുടെ മാനേജ്മെന്റിന് അത് എത്രമാത്രം പ്രൗഡ് ആകുമായിരുന്നു. The whole world would have praised our institution. But now we've lost everything, our name and fame. എനിക്ക് നിങ്ങളോട് ഈ വേളയിൽ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിൽ ഇനിയൊരു നയന ഉണ്ടാവരുത്. Remember, there should not be another Naina from among you. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. അത് നമ്മുടെ ലൈഫിനെ ആകെ മാറ്റിമറിക്കാൻ മാത്രം നിർണായകമായിരിക്കും. അത്തരം നിമിഷങ്ങളെ വളരെ സൂക്ഷ്മതയോടെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഇവിടെ ആ നിമിഷം നിനക്ക് കൈവിട്ടു പോയി. ബട്ട് ഇനിയും ഒരുപാട് ചെയ്യാൻ നിനക്ക് സാധിക്കും. ഇനി എന്ത് ചെയ്താലും അവളുടെ ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ. ഫ്രണ്ട്സ് പോലെ എന്നെ ഇപ്പൊ നെഗ്ലക്ട് ചെയ്യാണ്. സ്നേഹയുടെ ആബ്സെൻസ് ശരിക്കും തളർത്തിയത് അവളുടെ ഗ്രാൻഡ് മദറേയും ബ്രദറിനെയാണ്. യു ഹാവ് ടു കൺസിഡർ their sufferings. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്റെ മൂക്കുണ്ടായിരുന്നത്. അതെല്ലാം ഭാഗ്യം വെച്ചല്ലേ അവള് പോയത്. ഒരു ചന്തി വെക്കാനുള്ള ഒരു സ്ഥലം എവിടെയില്ലല്ലോ. എടി നീയ മറ്റോളല്ലടി, പണ്ണി ചോരല്ലാത്ത ദുഷ്ടത്തി. എടി നീയൊക്കെ ഒരു പെണ്ണാണോടി? കെട്ടിച്ചണിഞ്ഞ് വന്നിരിക്കണം. പറയണമുണ്ടൊന്നും തോന്നരുത്. കുറച്ചു കാലത്തേക്ക് വെളിയിലിറങ്ങി നടക്കാതിരിക്കുന്നതാ ബുദ്ധി. ജനങ്ങൾക്ക് അത്രയ്ക്ക് ദേഷ്യ നയനോട്. പിന്നെ പ്രതിയെക്കുറിച്ച് മൊഴി കൊടുത്ത സ്ഥിതിക്ക് അവന്റെ ആൾക്കാരെ ഒന്ന് ഭയക്കണം.
ஃபோட்டோலண்ணா பாவம்ல எல்லாரும் என்ன மிருகம் பாங்க. இந்த படம் நல்லா இருக்கு, நல்ல பாவனையா, என்ன கரெக்டா போலீஸ் நேர்ல பார்த்த மாதிரி வரைய வச்சிருக்க. நயனாவை பார்த்து தேங்க்ஸ் சொல்லனா எப்படி? அபிநந்தனம். போட்டா போயிட்டு பல வேலை இருக்கு. സ്നേഹവധം പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന അൻപരശൻ എന്നയാണ് അറസ്റ്റിന് സഹായിച്ചത് പ്രതിയുടെ രേഖാചിത്രം. ആലുവയിൽ നിന്നും ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യവേ ട്രെയിനിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത സ്നേഹയെ ആക്രമിച്ചു പീഡിപ്പിച്ച മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന അൻപരശൻ എന്നയാളെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പോലീസ് പിടികൂടിയത്. കേരള മനസാക്ഷി ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വളരെ വേഗത്തിലാണ് കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി പോലീസ് ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി കൂടുതൽ തെളിവെടുപ്പ് നടന്നു. ഇതുതന്നെയായാലും നയനയുടെ സാക്ഷിമൊഴിയും തയ്യാറാക്കിയ രേഖാചിത്രവും ഈ കേസിന് പുതിയ വഴിത്തിരിവായി. സാക്ഷിമൊഴിയിൽ നയന പറഞ്ഞിരിക്കുന്നത് സ്നേഹയെ അൻപരസൻ ട്രെയിനിലിരുന്ന് പുറത്തെ തള്ളിയിട്ടത് കണ്ടുവന്നാണ്. ശരിയല്ലേ? അതെ. ഗുഡ്. സ്നേഹയെ ഈ നിൽക്കുന്ന അൻപരസനാണ് കൊലപ്പെടുത്തിയതെന്ന് നയന കരുതുന്നുണ്ടോ? ഉണ്ട്. On what grounds? On what bloody grounds is it? I'm sorry, Your Honor. കണ്ണിൽ കാണാത്ത കാര്യത്തെക്കുറിച്ച് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ സാധിക്കും? Tell me! നയന ഒരു മാനേജ്മെന്റ് വിദ്യാർത്ഥിനി എന്നിരിക്കെ എന്തുകൊണ്ട് കൺമുന്നിൽ ഇത്ര നിഷ്ഠുരമായ അക്രമം നടന്നപ്പോൾ നോക്കി നിന്നു? You could have reacted. ഇപ്പോൾ കോടതിயின் മുൻപാകെ സത്യങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ചങ്കൂട്ടത്തിന്റെ 100 അംശം മതിയായിരുന്നല്ലോ അന്നൊന്ന് ഉറക്കക്കരയാൻ. In the compartment. Naina, it makes sense, no? Tell me, Naina. കണ്ടു എന്ന് നയന പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് അപ്പോൾ റിയാക്ട് ചെയ്യാൻ പോയില്ല? സഹയാത്രികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു, റെയിൽവേ പോലീസോട് പറയാമായിരുന്നു. കണ്ടു എന്ന് കുട്ടി ആരോപിക്കുന്ന സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ പോകുന്നതും മൊഴി നൽകുന്നതും. ടു ബി വെരി ഫ്രാങ്ക്, ആര് പറഞ്ഞിട്ടായിരുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നയന ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്? Who is behind it? Or for whom are you working for? Your Honor, I think this eyewitness is not genuine. സാക്ഷിയുടെ മൊഴിയിലും പ്രവൃത്തിയിലുമാകെ വൈരുദ്ധ്യങ്ങളാണ്. ഇനിയിപ്പോ സാക്ഷിമൊഴി വിശ്വാസത്തിൽ എടുത്താൽ തന്നെ സ്നേഹയെ എന്റെ കക്ഷി പീഡിപ്പിക്കുന്നതോ കൊല ചെയ്യുന്നതോ സാക്ഷി കണ്ടിട്ടില്ല. സാക്ഷി ഇവിടെ ഫ്രെയിം ചെയ്ത സിറ്റുവേഷൻ തന്നെ. അൻപരസിന് സ്നേഹയെ ഇത്രയും യാത്രകളുള്ള കമ്പാർട്ട്മെന്റിൽ വെച്ച് കടന്നു പിടിക്കുന്നു, പുറത്തേക്ക് വലിച്ച് തള്ളിയിടുന്നു. ഇതെല്ലാം എന്നാലും നമ്പേ മുടിയില്ല, യുവർ ഓണർ. ഇറ്റ്സ് ഹൈലി അൺബിലീവബിൾ ആൻഡ് എക്സാജറേറ്റഡ്. ഇവിടെയാണ് സാക്ഷിയുടെ ക്രെഡിബിലിറ്റി സംശയിക്കേണ്ടത്. ബൈ നേച്ചർ വളരെ ഇനിഷ്യേറ്റീവായ വ്യക്തിയാണ് പ്രൂവ് ചെയ്യുന്ന ഒരു അക്കാഡമിക് ഹിസ്റ്ററിയാണ് സാക്ഷിയായ നയനയ്ക്കുള്ളത്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സൈലന്റായി നോക്കി നിൽക്കാൻ പാടില്ല. A girl like this cannot be a mute spectator when something like this is happening in a crowded compartment.
which means all the statements put forward by this beautiful girl is purely fabricated. It's fabricated! That's all, Your Honor. Case is adjourned to 11th. സ്നേഹവധത്തിലെ പ്രതി അൻബരഷിനെ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കോടതി നടപടി. പ്രതിക്കെതിരെ ഉണ്ടായ സാക്ഷിമൊഴികളും തെളിവുകളും വിശ്വാസയോഗ്യമല്ലാത്തതും വസ്തുതകൾക്ക് നിരക്കാത്തതും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞതുമായിരുന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇത്രയും ഗൗരവമേറിയ കേസിൽ തികച്ചും ബാലിശവും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതുമായ തെളിവുകളും സാക്ഷിമൊഴികളും തയ്യാറാക്കിയ പോലീസിന്റെ നടപടിയെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നോ, ഇത് തന്നെയാണ് റൈറ്റ് ടൈം. സ്നേഹമോ നീ വിചാരിച്ചിരുന്നെങ്കിൽ
ഒരു മിനിറ്റ്. എന്തു പറ്റി? കല്യാണ പെണ്ണിന്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലല്ലോ. ഇപ്പോഴല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം. മനസ്സിന് ഇഷ്ടപ്പെട്ട പുരുഷൻ, എല്ലാവരുടെ അനുഗ്രഹത്തോടെയുള്ള വിവാഹം. കടം കയറി എന്റെ അമ്മയച്ഛനും ആത്മഹത്യ ചെയ്തപ്പോ തകർന്നു പോയ എന്റെ അമ്മാമ്മ ഇത്രയും കാലം ജീവിച്ചത് എനിക്കും എന്റെ ഏട്ടനും വേണ്ടിയാ. ഉണ്ണേട്ടനെ കണ്ടതല്ലേ? 5 വയസ്സിന്റെ ബുദ്ധിയുള്ളൂ പാവത്തിന്. എന്റെ സ്വപ്നങ്ങളൊക്കെ പോട്ടെ, അമ്മമ്മയുടെയും ഉണ്ണിയേട്ടന്റെയും കാര്യങ്ങൾ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എനിക്കറിയാം എന്നെക്കാളേറെ ഒരുപാട് സ്വപ്നങ്ങൾ നയനയ്ക്കുണ്ടെന്ന്. അതൊക്കെ തകർന്നു പോവുന്ന പേടി അല്ലേ? എന്നാലും കൺമുമ്പിൽ സ്വന്തം ജീവന് വേണ്ടി ഒരു പെൺകുട്ടി യാചിക്കുമ്പോ എങ്ങനെയാ കണ്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റുക? അങ്ങനെ ചെയ്താൽ തന്നെ കുറ്റബോധം കൊണ്ട് ജീവിക്കാൻ പറ്റും. ഒരു നിമിഷം എന്റെ സ്ഥാനത്ത് നയനയാണെന്ന് സങ്കല്പിച്ചിരുന്നെങ്കിൽ, ഒരു ജീവൻ ഈ വിരൽ തുമ്പിലാണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ. നയന, മറ്റെന്തും സഹിക്കാം. ഉള്ളിൽ കിടന്ന് ഉമ്മിത്തേ പോലെ നേറുന്ന ഈ കുറ്റബോധം തകർന്നു പോവില്ലേ നമ്മള്? ആദ്യം നിങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയ, പിന്നെ സമൂഹം ഒന്നടങ്കമുള്ള കുറ്റപ്പെടുത്തൽ, പോലീസ്, കോടതി, സാക്ഷിമൊഴി, പ്രതിയുടെ ഭീഷണി, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ സാധാരണ ഇവിടെ കാണാറുള്ളത്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നില്ലേ പിന്നീട് സംഭവിക്കുക? ശരിയാണ്. നയന പറഞ്ഞതുപോലെ കുറ്റബോധം, സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ, സാക്ഷിമൊഴി, തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ വിട്ടയക്കൽ, പ്രതിയുടെ ഭീഷണി, എല്ലാറ്റിലുമുപരി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു ജീവൻ. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയായി മാറുമായിരുന്ന ഒരു സംഭവത്തെയാണ് കറക്റ്റ് ടൈമിലെടുത്ത റൈറ്റ് ആക്ഷനിലൂടെ നയന മാറ്റിമറിച്ചത്. എന്തായിരുന്നു അതിനുള്ള പ്രേരണ? ഒരുപാട് ചിന്തകൾക്കിടയിലും ആ സമയത്ത് ഒരു നിമിഷ സ്നേഹയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ചു. ഒരു സെക്കൻഡിന്റെ ആ ഒരു ചിന്തയിലായിരുന്നു എല്ലാം സംഭവിച്ചത്. എന്ത് റിസ്ക് എടുത്തും ഒരു ജീവൻ രക്ഷിക്കുക, പിന്നെ അത് മാത്രമായിരുന്നു എന്റെ മുന്നിൽ. യെസ്. പിന്നീട് എങ്ങനെയാണ് നയന റിയാക്ട് ചെയ്തത്? നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതറിയാൻ വേണ്ടിയാണ്. ഒരു ജീവൻ, അത് തന്നെയാണ് പ്രധാനം. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത്. ട്രെയിനകത്താണോ സിഗരറ്റ് വലി? होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन। मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन। होंगे कामयाब, हम होंगे कामयाब, हम होंगे कामयाब एक दिन।
अधर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं धर्म युद्ध कर्म सृजाम्यहं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं धर्म युद्ध सृजाम्यहं शस्त्रं द्विजातिभिर्ग्राह्यं धर्मो यत्रोपरुध्यते द्विजातीनां च वर्णानां विप्लवे कालकालिने परदाराभिमर्शेषु प्रवृत्तान् ब्रह्महीपतिः उद्वेषनकरैः दण्डैः छिन्नयित्वा प्रवासये यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं धर्म युद्ध यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं धर्म द्विजातिभिर्ग्राह्यं धर्मो यत्रोपरुध्यते द्विजातीनां च वर्णानां विप्लवे कालकालिने परदाराभिमर्शेषु प्रवृत्तान् ब्रह्महीपतिः उद्वेषनकरैः दण्डैः छिन्नयित्वा प्रवासये यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् പെങ്കൊച്ചിന്റെ ഈ തെണ്ടി ആ കൊച്ചിനെ കടിച്ച് കീറിയനെ. സഹയാത്രികയെ ക്രൂരമായ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ നയന എന്ന വിദ്യാർത്ഥിനി സ്ത്രീ സമൂഹത്തിന് അഭിമാനമായി. അൻപരശിനെ കീഴടക്കിയത് നയനയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പെൺകുട്ടികൾ. സംഭവത്തിലൂടെ ഇവർ നാടിന്റെ അഭിമാനമായി മാറി. പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പെൺകുട്ടികൾ അടിച്ചുവീഴ്ത്തി. നയന ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. നയന എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ അവസരോചിതമായ ഇടപെടൽ
അധികാരികൾ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചു. അഭിനന്ദനങ്ങൾ നയന. അന്യന്റെ ദുഃഖം സ്വന്തം ദുഃഖമാണെന്ന് കരുതുന്ന, അന്യന്റെ വേദന സ്വന്തം വേദനയാണെന്ന് കരുതുന്ന ഇന്നത്തെ യുവതലമുറയുടെ പ്രതീകമാണ് നയന എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, അഭിമാനിക്കുന്നു. നയനയ്ക്കു മാത്രമല്ല, നയനയെപ്പോലെ പ്രതികരണശേഷിയുള്ള നന്മയുള്ള യുവതലമുറയ്ക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല മോളെ. നീ ഇല്ലായിരുന്നെങ്കിൽ അടങ്ങി നിക്കടാ. ഒഴുകടി മോളെ, ഒഴുകടി. കൊറേ കൂടെ വെള്ളം കോരി ഒഴിക്കാം. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയും. ഇത്രയുമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ബോധിപ്പിക്കാനുള്ളത്. നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് ലഭിച്ചത് വളരെ സ്കൂൾ പഠിച്ചില്ല ചാള മനസ്സിലാക്ക. പാചകവാതക ക്ഷാമം, പവർ കട്ട്, KSRTC സർവീസ് കട്ട്, അവശ്യ സാധനങ്ങളുടെ വില വർധന, ജനങ്ങൾ ആകെ ദുരിതത്തിലാണ്. എന്താണ് പറയാനുള്ളത്? നമ്മളെ പെൻഷൻ പൈസ കിട്ടിയില്ലെങ്കിൽ മയ്യത്തെടുക്കും വരെ സമരം ചെയ്യാനാണ് നമ്മളെ പരിപാടി. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സരള പ്രസവിക്കുന്നു. സരളയുടെ കുഞ്ഞിന് വർഗീസിന്റെ മുഖഛായ ഇല്ലെങ്കിൽ വർഗീസ് എങ്ങനെ പ്രതികരിക്കും? മുടങ്ങാതെ കാണുക ചെമ്പരത്തിപ്പൂ. धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्.